നമസ്കാരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉയർന്ന ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുകയാണ്. KSUവിനെ അപമാനിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് വിഷയം വഷളാക്കിയത്. സ്വന്തം പാർട്ടിക്കാരെ തള്ളി ഒരു മുൻ SFIക്കാരിയെയും ഒരു സംഘപരിവാർ അനുയായിയെയും ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിൽ തിരികെ കയറ്റിയെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി നേരിട്ടത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തങ്ങളെ കേൾക്കാൻ തയ്യാറായില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല എന്നതുമാണ് KSU നേതാക്കളെ അതൃപ്തിയിലാക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. തിരക്കേറിയ ഷെഡ്യൂൾ കാരണമാണ് അനുമതി ലഭിക്കാതിരുന്നതെന്ന് ഔദ്യോഗിക വിശദീകരണമുണ്ടെങ്കിലും വിഷയം പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. SFI മുൻ പ്രവർത്തകയായ ജിയോണോ ജെയിംസ്, RSS ബന്ധം ആരോപിക്കപ്പെടുന്ന DS ശരത് എന്നിവരെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരായി നിയമിച്ചതിനെതിരെയാണ് KSU പ്രതിഷേധമുയർത്തിയത്. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർമാരെ നിശ്ചയിക്കുന്നതിൽ KSUവിന് എന്താണ് കാര്യമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശം KSU പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിലെ AI ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റിന് കൂടിക്കാഴ്ചയ്ക്ക് പോലും അനുമതി നൽകാത്ത മുഖ്യമന്ത്രിയുടെ നടപടിയെ കോൺഗ്രസ് വക്താവ് VR അനൂപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി വിമർശിച്ചു. മുൻപ് ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് നൽകിയ പരിഗണന പോലും സ്വന്തം വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിന് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. അതേസമയം മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായർ ഉൾപ്പെടെയുള്ളവർ KSUവിന്റെ പരസ്യ പ്രതികരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. പരാതികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നതിന് മുൻപ് പാർട്ടി വേദികളിലാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ഇത്തരം വിവാദങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കുന്നതുവരെ പരസ്യമായ മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് നിലവിൽ KSU നേതൃത്വത്തിന്റെ തീരുമാനം. മുൻകാലങ്ങളിൽ VD സതീശനടക്കം തിരുത്തൽ നടപടികൾക്കായി സർക്കാരിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്ന ചരിത്രമുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കവേ സതീശൻ പലതവണയാണ് പരസ്യമായ വിമർശനമുയർത്തിയത്. അത് തിരുത്തൽ നടപടി ലക്ഷ്യമിട്ടായിരുന്നു. അതേ വഴിയാണ് തങ്ങൾ തേടുന്നതെന്നാണ് KSU ആവർത്തിക്കുന്നത്. പ്ലീഡർ നിയമനത്തിലുപരിയായി ADGP MR അജിത് കുമാറിനെതിരെ നടപടി നീണ്ടുപോകുന്നതിന്റെ നീരസവും KSU യൂത്ത് കോൺഗ്രസ് തലങ്ങളിലുണ്ട്. രണ്ടിന്റെയും പേരിലുള്ള പ്രതികരണങ്ങൾ പക്ഷേ നിഷ്കളങ്കമായി മുഖ്യമന്ത്രി കരുതുന്നില്ല. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യമെന്ന അദ്ദേഹത്തിന്റെ രൂക്ഷ പ്രതികരണം ആ പശ്ചാത്തലത്തിലാണ്. പ്ലീഡർമാരുടെ നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഇടം പിടിച്ചവരാണ് രണ്ടുപേരുമെന്ന പ്രതിരോധമാണ് മുഖ്യമന്ത്രി തീർത്തത്. ഒരാളുടെ കാര്യത്തിൽ ഒരു ലോക്സഭാ അംഗത്തിന്റെ ശുപാർശയും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ നൽകുന്ന ശുപാർശകൾ കൂടി പരിഗണിച്ച് നടത്തുന്ന നിയമനങ്ങളുടെ പേരിലുള്ള പാപഭാരം തന്നിൽ ചുമത്തുന്നതിലുള്ള എതിർപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രൂക്ഷ പ്രതികരണത്തിലടങ്ങിയത്. തന്നോടോ പാർട്ടി നേതൃത്വത്തോടോ നേരിട്ട് പറയാതെ ഫേസ്ബുക്കിൽ 6 ദിവസം മുൻപ് പരസ്യമായി പ്രതിഷേധിച്ച KSU പ്രസിഡന്റ് നടപടിയിലെ അമർഷം കൂടിയാണത്. എന്നാൽ മുഖ്യമന്ത്രി സംഘടനയെ അവഹേളിച്ചെന്ന അമർഷം KSUവിൽ സൃഷ്ടിക്കാൻ ആ പ്രതികരണം കാരണമായി. കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ KSUവിന് പിന്തുണ പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രിയോട് വിയോജിച്ചും ചാനൽ ചർച്ചകളിൽ രംഗത്തെത്തി. മന്ത്രി T. സിദ്ദിഖിന്റെ പ്രതികരണം KSUവിനെ പിന്താങ്ങിയാണെന്നും ചാണ്ടി ഉമ്മന്റേത് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണെന്നുമുള്ള വ്യാഖ്യാനമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ച ഘട്ടത്തിൽ മന്ത്രി M. ലിജുവിന്റെ വാക്കുകളിൽ മറനീങ്ങിയ അതൃപ്തിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിനെ നിശ്ചയിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിയ കലാപക്കൊടിയുടെയും തുടർച്ചയാണ് KSU പ്രസിഡന്റിന്റെ പരസ്യ നീക്കങ്ങളെ മുഖ്യമന്ത്രി കാണുന്നത്. തന്റെ വിയോജിപ്പ് വ്യക്തമാക്കിയ ശേഷവും അലോഷ്യസ് പരസ്യ വിമർശനം തുടർന്നത് മറ്റാരുടെയും പിന്തുണയില്ലാതെയാണെന്ന് അദ്ദേഹം കരുതുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ച് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നതെന്നാണ് അലോഷ്യസ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തനിക്ക് സമയം അനുവദിച്ചില്ലെന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് KSUവിന്റെ വികാരം വ്യക്തമാക്കുന്ന കത്ത് കൈമാറിയതായും അറിയിച്ചു. വിവാദ നിയമനം തങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നാണെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ലോയേഴ്സ് കോൺഗ്രസ് ഇന്നലെ നിഷേധിച്ചത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. എന്നാൽ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഈ പേരുകൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്ന വിവരം. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ ചേരിതിരിവും പുതിയ KPCC പ്രസിഡന്റ് നിയമനവും നീണ്ടുപോകുന്നത് സർക്കാർ പാർട്ടി ഏകോപനത്തിൽ സൃഷ്ടിച്ച വിടവുകളെല്ലാം ഈ വിവാദങ്ങൾക്ക് വളം വെക്കുകയും ചെയ്തു. KSU തുടങ്ങിവെച്ച വിവാദം ഇനി എത്രത്തോളം നീളുമെന്നാണ് അറിയേണ്ടുന്നത്. KSU എന്ന സംഘടനയെ തന്നെ അപ്രസക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് വിലയിരുത്തുകയാണ് നേതാക്കളുടെ പ്രതികരണം. ജനങ്ങൾ പ്രതീക്ഷയുടെ അധികാരത്തിലേറ്റിയ സർക്കാരാണെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. എരുതിയിൽ എണ്ണയൊഴിക്കാനില്ലെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ നല്ല തീയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് മാത്യു. KSUവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് കഴിയില്ലെന്ന് കോൺഗ്രസ് വക്താവ് ദീപ്തി മേരി വർഗീസും വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തിരക്കായിരിക്കുമെന്ന് പറഞ്ഞാണ് അതൃപ്തി പരസ്യമാക്കിയത്. എന്നാൽ KSUവും യൂത്ത് കോൺഗ്രസും പരിധിക്കപ്പുറം സംസാരിക്കരുതെന്നാണ് മന്ത്രി AP അനിൽകുമാറിന്റെ പ്രതികരണം. KSU പക്ഷക്കാരനാണെങ്കിലും അനിൽകുമാർ മുഖ്യമന്ത്രിയെ പിന്തുണച്ചത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ഭരണവിലാസം സംഘടനകളല്ല. എന്നാൽ അഭിപ്രായം അതിരുവിടാൻ പാടില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ചില നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ KC വേണുഗോപാലും പിന്തുണയ്ക്കുന്നില്ലെന്നാണ് സൂചന. ഇതിനിടെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ച കോൺഗ്രസ് വക്താവ് VR അനൂപിനെ തള്ളി BRM ഷഫീർ രംഗത്ത് വന്നു. പാർട്ടിയുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മീഡിയ പാനലിസ്റ്റിലെ ഒരു അംഗം സർക്കാരിനെതിരെ പരസ്യമായി പ്രതികരിച്ചതിന് ശേഷം പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ ചാനലിൽ പോയിരുന്നാൽ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ എന്നായിരുന്നു ഷഫീറിന്റെ FB പോസ്റ്റ്. മുഖ്യമന്ത്രിയെ സംഖ്യയാക്കാൻ നടക്കുന്ന CPMന്റെ വാദം ഉന്നയിക്കുന്നവൻ എങ്ങനെ കോൺഗ്രസ് പ്രതിനിധിയാവുമെന്ന് ചോദിച്ച് സതീശനെ പിന്തുണയ്ക്കുകയാണ് ഷഫീർ.